സർവർക്കും വേണ്ടത്, ഐ റിപ്പീറ്റ്, ഞാൻ ആവർത്തിക്കുന്നു, ഭക്ഷണമല്ല, 10 പണമല്ല, പഠിത്തമല്ല, ഭംഗിയുള്ള ശരീരമല്ല, നല്ല പാർപ്പിടമല്ല, ദൈവഭയം. ആമേൻ. എന്താണ് ദൈവഭയം? ദൈവഭയം എന്നാൽ എന്താണ്? 2-3 സ്തോത്രം 4-5 പാട്ടും പാടി ശരീരമിട്ട് ആട്ടുന്നത് അല്ല, അല്ലവേ അല്ല, അല്ലവേ അല്ല. മോശെ ഇസ്രായേൽ ജനത്തിന് പഠിപ്പിക്കുന്ന പുറപ്പാട് പുസ്തകം 20:20 നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിങ്കലുള്ള ഭയം, അതാണ് ദൈവഭയം. ആമേൻ, ഹല്ലേലൂയ. ദൈവഭയം എന്നാൽ എന്താണ്? നിന്നെ പാപം ചെയ്യാതെ നിനക്ക് ദൈവം തരുന്ന ഒരു കവചം, അതാണ് ദൈവഭയം. പാപം നിന്നെ കൊല്ലും. സദൃശവാക്യം 5-ാം അധ്യായം 22-ാം വചനത്തിൽ, യെസെക്കേൽ പ്രവചനം 18-ാം അധ്യായം 4-ാം വചനത്തിൽ, യെസെക്കേൽ പ്രവചനം 18-ാം അധ്യായം 20-ാം വചനത്തിൽ, ഐസയ പ്രവചനം 59 2-ാം വചനത്തിൽ, റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം വചനത്തിൽ, റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വചനത്തിൽ, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വചനത്തിൽ, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വചനത്തിൽ ഒരേ കാര്യം വീണ്ടും വീണ്ടും ദൈവം തമ്പുരാൻ നമ്മോട് പഠിപ്പിക്കുന്നു. നീ ചെയ്യുന്ന പാപം നിന്നെ കൊല്ലും. അതിൽ നിന്ന് സംരക്ഷിക്കുവാൻ ദൈവം നിനക്ക് തന്നിരിക്കുന്ന കവചത്തിൻ്റെ പേരാണ് ദൈവഭയം. പാപം ചെയ്യാതിരിപ്പാൻ ദൈവത്തിങ്കലുള്ള ഭയം. ഒന്ന്, എന്താണ് ദൈവഭയം? യോബ് തൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോബ് 28:28 എഴുതുന്നു, ദൈവഭയം തന്നെ ജ്ഞാനം. ആമേൻ. ദൈവഭയം തന്നെ ജ്ഞാനം. God's fear, fear on God, the Bible says itself is wisdom. പൂവ സിബ്ര അന്ന് ഈജിപ്തിലെ പ്രസിദ്ധമായ 2 മരുത്വച്ചികൾ അല്ലെങ്കിൽ സൂതികർമ്മിണികൾ രാജാവ് കട്ടൻഡ്രയായി കൽപ്പിക്കുന്നു. നിങ്ങൾ സൂതികർമ്മം നോക്കുമ്പോൾ ജനിക്കുന്നത് എബ്രായ ആൺകുട്ടികളാണെങ്കിൽ കൊന്നുകളയണം, അതിനെ വിട്ടുവെക്കരുത്. പ്രസവം നോക്കുമ്പോൾ ജനിച്ചു വീഴുന്നത് യഹോവ ദൈവത്തിൻ്റെ എബ്രായ ആൺകുട്ടികളാണെങ്കിൽ അപ്പോൾ കൊന്നുകളയണം. The Bible says the midwives Sipra and Pua trembled God. എബ്രായർ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വചനത്തിൽ ഈ സൂതികർമ്മിണികൾ മഹാസത്യ ദൈവത്തെ ഭയപ്പെട്ട്, ആ ഭയം ജ്ഞാനമാണ്. ആ ദൈവഭയം തന്നെ ജ്ഞാനം. ദൈവത്തെ ഭയപ്പെട്ടപ്പോൾ രാജാവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് ജ്ഞാനം നൽകി. അങ്ങനെയല്ല രാജാവേ, നമ്മുടെ മിസ്രൈമിലെ അമ്മമാരെ പോലല്ല എബ്രായ സ്ത്രീകൾ തിറമുള്ളവർ. they are mighty, they are powerful, they are active. നമ്മുടെ പെണ്ണുങ്ങളെ പോലല്ല
ദൈവത്തെ വിശ്വസിക്കുന്ന ആ സ്ത്രീകൾ, എബ്രായ സ്ത്രീകൾ തിറമുള്ളവർ, ഞങ്ങൾ പ്രസവം എടുക്കാൻ പോകും മുമ്പ് അവർ പ്രസവിച്ചു കഴിക്കുന്നു. അങ്ങനെ അവർ രക്ഷപ്പെട്ട് അവരിൽ ഉണ്ടായിരുന്ന ദൈവ ഭയം ജ്ഞാനം നൽകി. ആമേൻ. ദൈവ ഭയം. മൂന്നാമത്, ഒരു ഭക്തന്റെ സ്വഭാവം. സദൃശവാക്യം 8-ാം അധ്യായം 13-ാം വചനത്തിൽ, സദൃശവാക്യം 16-ാം അധ്യായം 6-ാം വചനത്തിൽ, ഹേറ്റ് ഈവിൾ, ദാറ്റ് ഈസ് ഗോഡ്ലിനെസ്. പാപത്തെ വെറുക്കുക, പാപത്തെ വെറുക്കുന്ന സ്വഭാവം ഉള്ളവരായി ഇരിക്കുക, അതാണ് ദൈവഭയം. ഭക്തൻ ജോസേഫ്, നമുക്ക് സംഭവം അറിയാം. ഉൽപ്പത്തി പുസ്തകം 39-ാം വചനത്തിൽ, പാപം ചെയ്ത് സുഖിപ്പാൻ ഒരു സന്ദർഭം ലഭിച്ചിട്ടും, അയ്യോ, ഞാൻ എൻ്റെ ദൈവത്തിന് വിരോധമായി എങ്ങനെ ഞാൻ അക്രമം കാണിക്കും? തൻ്റെ ഉടുതുണി നഷ്ടപ്പെട്ടിട്ടും അവൻ തൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടാതെ കാത്ത്, ഓറ ബാലജൻ ധനദബ ലഞ്ചന ശാലദ റഗ്ഗ. ദൈവഭയം ഭക്തന്റെ സ്വഭാവം. ദൈവഭയം തന്നെ ജ്ഞാനം. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഒരു കവചമാണ് ദൈവഭയം. നാലാമത്, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സദൃശവാക്യം 28:14 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന, എപ്പോഴും ദൈവഭയത്തോടിരിക്കുക, അതാണ് നിന്റെ ഭാഗ്യം. ആമേൻ. എപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇംഗ്ലീഷ് ബൈബിൾ സേസ് ഇറ്റ് ഈസ് ബ്ലെസ്സഡ്. ഇറ്റ് ഈസ് ബ്ലെസ്സഡ്. അതിൻ്റെ അർത്ഥം എപ്പോഴും ദൈവഭയത്തോട് ഇരിക്കുന്നത് അവന് അനുഗ്രഹം. ആമേൻ. ദൈവഭയം ഒരു കവചം. ദൈവഭയം ഭക്തന്റെ സ്വഭാവം. ദൈവഭയം തന്നെ ജ്ഞാനം. ദൈവഭയം ഒരു അനുഗ്രഹമാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലൊരു പ്രഭാതം നമുക്കടുത്തിടുന്നു മനമേ, ഇതുപോലൊരു പ്രഭാതം നമുക്കടുത്തിടുന്നു മനമേ. ആയണ്ടാനന്ദം പ്രിയൻ ശോഭിത സൂര്യനായി ഭൂവിൽ വരുമ്പോൾ, ആയണ്ടാനന്ദം പ്രിയൻ ശോഭിത സൂര്യനായി ഭൂവിൽ വരുമ്പോൾ. അമേരിക്ക യുദ്ധവിമാനത്തിൽ നമ്മുടെ ആളുകളെ വിലങ്കിട്ട് പൂട്ടിയാണ് അമൃത്സറിൽ കൊണ്ടിറക്കിയത്. ഇവിടെയും അനേക ആളുകളുടെ കൈകളെ വിലങ്കിട്ട് പൂട്ടി വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് കൈ ഉയർത്തണം. അനങ്ങാൻ പറ്റാത്ത ഒരു സമയം വരും, അപ്പം അനങ്ങാതെ കിടക്കാം. മൂക്കിൽ പഞ്ചും വെച്ച് അപ്പം കിടക്കാം. ഇപ്പം അനങ്ങണം, ഇപ്പം അനങ്ങണം. ഇപ്പം ദൈവത്തെ പാടി സ്തുതിക്കണം. ആമേൻ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കൈകളെ തട്ടി ശക്തിയോട് കോണ്ടും കാറ്റുണ്ടി വാനദേശത്തൻ പ്രിയനെ വിടല്ലേ. കോണ്ടും കാറ്റുണ്ടി വാനദേശത്തൻ പ്രിയനെ എന്നെ
കോടിയോടു ഞാൻ വാരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ. കോടിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ. കോടിയോടു ഞാൻ വരുന്നേ, എൻ്റെ അങ്ങ് തീർക്കണേ. അഗ്നി 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 അഗ്നി. ഇടുപ്പിലെ കെട്ട്, ഇടത് കൈ മസിലിൽ കെട്ട്, കഴുത്തിലെ മന്ത്രമാല, വലത് കാൽ ഫുഡിൻ്റെ മുകളിൽ, കാൽ കണ്ണിൽ കെട്ട്. അങ്ങനെ 4 രീതിയിലുള്ള 21 ആളുകളെ കർത്താവ് കാണിക്കുന്നത്. ഇപ്പോൾ പൊട്ടിച്ച് കളയണം. ഓ റബ്ബ, ഇപ്പോൾ പൊട്ടിക്കണം, അല്ലെങ്കിൽ നിന്റെ സമാധാനത്തെ ദൈവം പൊട്ടിക്കും. ബൈബിൾ കയ്യിലെടുക്കണം, വചനം തിന്നണം നീ. റബ്ബ ലഞ്ചന. ഇപ്പോ 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 പൊട്ടിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കുക. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക. അതാണ് സകല മനുഷ്യർക്കും വേണ്ടത്. ആമേൻ. ദൈവത്തെ ഭയപ്പെടുന്നതിനാൽ നമുക്ക് ലഭിക്കുന്ന ഉപകാരം, പ്രയോജനം എന്താണ്? നമ്പർ 1, ലൂക്കോസ് സുവിശേഷം 1:50 ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. ഇന്നും നാളെയും മറ്റന്നാളുമല്ല. നീയും ഞാനും മരിച്ചു മണ്ണോട് മണ്ണായി ആകുന്ന നാൾ വരെ അല്ല, തലമുറ. ദൈവത്തെ ഭയപ്പെടുന്നവന് ദൈവം തൻ്റെ കരുണയാൽ നമ്മുടെ തലമുറകൾ, എത്ര തലമുറകൾ? പുറപ്പാട് പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 26 നമ്മുടെ 1000 തലമുറകളിൽ ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞിരിക്കും. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. പോരെ, ഇത് പോരെ. ദൈവത്തെ ഭയപ്പെടുന്നതിനാൽ ലഭിക്കുന്ന ഈ ദൈവത്തെ പ്രസംഗം കേട്ടിട്ട് പോകാൻ ആരും വരരുത്, അത് പ്രശ്നമാകും. കേട്ടനുസരിപ്പാൻ വരണം, അത് അനുഗ്രഹമാകും. ഇന്ന് പല ആളുകളും സ്വർഗത്തിൽ പോകുവാൻ ഇവിടെ ഡീലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യാനോസിനോട് ഒരു ഡീല്, മറിയത്തോടൊരു ഡീല്, തിരുപ്പതിയിൽ ഒരു ഡീല്, ഇടത്തുവയിൽ ഒരു ഡീല്. അവിടെ പോകുമ്പോൾ വാതിൽ അടയ്ക്കും. ഈ പാവങ്ങളെ ട്രംപ് മടക്കി അയച്ച് സ്വർഗത്തിൽ ഡീലുണ്ടാക്കി പോകുന്നവന് അവിടെ നിന്ന് മടക്കി അയക്കത്തില്ല, തീപ്പൊയ്യിൽ തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 19:20, 20:10, വെളിപ്പാട് പുസ്തകം 20:14 ക്രിസ്തു ഇല്ലാതെ സുവിശേഷം കേട്ട് അനുസരിക്കാതെ സ്വർഗത്തിൽ ഡീലുണ്ടാക്കി, മനുഷ്യ ഉപദേശത്തിൽ ഡീലുണ്ടാക്കി, നിന്റെ മസിൽ പവറിൽ ഡീലുണ്ടാക്കി സുവിശേഷത്തെ ധിക്കരിച്ച് നിന്ന് വാതിൽ മുട്ടിയാൽ നിന്നെയും എന്നെയും മനുഷ്യർ സകലരെയും ബൈബിൾ ക്ലിയറാണ്, തീ പൊയ്കയിൽ തള്ളിയിടും, മടക്കി വയ്ക്കത്തില്ല. സമ്പന്നൻ ലാസർ, സമ്പന്നൻ അവിടെ പോയി കിടന്നിട്ട് ഒരു ട്രയൽ നടത്തി, എന്നെ ഒന്ന് മടക്കി അയക്കണമേ. കർത്താവ് പറഞ്ഞ് പറ്റത്തില്ല, തീ പൊയ്കയിൽ തള്ളിയിടും. ദൈവത്തെ ഭയപ്പെടുവേൻ, ദൈവത്തെ ഭയപ്പെടുവേൻ.
பயப்பட்டால் சங்கீர்த்தனம் நம்பர் 1 34:9 அவனை பயப்படுவேன். ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അവനെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. അത് മാത്രമല്ല, സങ്കീർത്തനം 37:25 നിന്റെ തലമുറ ഒരു നാളും ഇരക്കേണ്ടി വരികയേയില്ല. പോരാ പോരാ ദൈവജനമേ. രണ്ടാമത്, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഷഡ്സവാക്യം 19:23 ദൈവഭയം ജീവകേടുവാകുന്നു. தமிழ் வேதாகமம் சொல்லுகிறது, நீ தேவனை பயப்பட்டால் அது ஜீவனுக்கு ஏதுவானது. It tendeth life. Fear on God, the Bible records, it tendeth life. നിന്റെ ആയുസ് നീട്ടിത്തരും. ദുഷ്ടൻ നിന്റെ ആയുസിനെ കൊണ്ടുപോവാൻ കങ്ങണം ഒരുക്കുമ്പോൾ എൻ്റെ ദൈവം അരുളി ചെയ്യും, അവൻ്റെ ആയുസിനെ മാത്രം നീ തുടരുത്. എൻ്റെ ഒരു ബന്ധു, ലോകം അറിയപ്പെടുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ്, ബ്രദർ ഡി അരുൾരാജ്, 35 ആണ്ടുകൾ മറ്റൊരാളിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വച്ച് ഈ വലിയ സുവിശേഷം പ്രസംഗിച്ച് നടന്ന 35 ആണ്ടുകൾ. ജീവൻ അനുഗ്രഹം ദൈവത്തിനുള്ളത്, ജീവൻ്റെ അനുഗ്രഹം. ഒരു വനിതാ ഇവാഞ്ചലിസ്റ്റ് ഹാർട്ടിൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് പേസ് മേക്കർ ഘടിപ്പിച്ചു. 50 ആണ്ടുകൾ ആ ബൈപ്പാസ് സർജറി ചെയ്ത ശരീരത്തിൽ വെച്ച പേസ് മേക്കർ ഘടിപ്പിച്ചു കൊണ്ട് ദൈവത്തെ സേവിച്ചു. 2 മക്കളെ പ്രസവിച്ചു, കുടുംബം നടത്തി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവ ഭയം നിന്റെ ആയുസ്സിനെ ദീർഘമാക്കും. 2014 എൻ്റെ മോന് 1.25 വയസ്സ്. 6-7 വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ ചെന്നിട്ട് പിന്നെ ഡയറക്റ്റായി പോയത് മാനന്തവാടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഒരു ക്രൂസൈഡിൽ പ്രസംഗിപ്പാൻ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് കാർ മുഖാന്തരം മൈസൂർ റോഡിൽ 9 കർവ് കഴിഞ്ഞ് കൽപ്പറ്റ സമീപിക്കുമ്പോൾ ലിയോ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ ജീവൻ പോയി. ഡോക്ടർ എൻ്റെ ശരീരത്തെ പരിശോധിച്ചിട്ട് അല്പായുസുണ്ട്, ഒരു കുളിയ എൻ്റെ നാക്കിൻ്റെ താഴെ വെച്ച് തന്ന് ആ കുളിയും വച്ചിട്ട് ആ ക്രൂസൈഡ് ഞാൻ പ്രസംഗിച്ചു. പഞ്ചായത്ത് മാനന്തവാടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ആ കുളിയും വച്ചിക്കൊണ്ട് താക്കീടും അനുഗ്രഹവും വചനവും പ്രസ്താവിച്ച് ഞായറാഴ്ച രാവിലെ പള്ളിയിലും പ്രസംഗിച്ചു. ആയുസ് ദൈവത്തിന് ഉള്ളത്. അതാണ് കിങ് സാലമൻ എഴുതുന്നത് 10:27 യഹോവ ഭക്തി, ദൈവത്തെ ഭയപ്പെടുക, നിന്റെ ആയുസ് കുറയത്തില്ല, കൂടും. ആയുസിനെ ദീർഘമാക്കും. ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറയും. ദൈവത്തെ ഭയപ്പെടുക, നിന്റെ ആയുസ് നീളും. ആമേൻ. എല്ലാം നശിച്ച് ഉച്ചം തല മുതൽ ഉള്ളം കാല് വരെ ചിരങ്ങുകളാൽ ബാധിച്ചു ജീവിതം മുഴുവൻ മനുഷ്യ ആളുകളുടെ നിന്ദയാൽ നിറഞ്ഞ് യോബ് കരയുന്ന ദൈവസന്നിധിയിൽ, where are you? അങ്ങാണല്ലോ പറഞ്ഞത് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന ആളെന്ന്. യോബ് 1:1.
ആ പുസ്തകം തുടങ്ങുന്നത് ഇവൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ. Where are you? Why it happens to me? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ? 10ൽ 9 എടുത്തിരുന്നാൽ ഞാൻ സഹിക്കും. 10 പേരും പോയല്ലോ. എൻ്റെ മക്കൾ എവിടെ? എൻ്റെ ആരോഗ്യം എവിടെ? എൻ്റെ വീട് എവിടെ? എൻ്റെ കുടുംബ സമാധാനം എവിടെ? ഞാൻ പ്രാപിച്ച മാനം എവിടെ? Where are you? If at all I can find you, I will put my case before your table and argue with you. യോബ് 23:3. എൻ്റെ ദൈവം എവിടെ? Check my integrity. എൻ്റെ പരമാർത്ഥതയെ സ്വർഗമേ അങ്ങയുടെ ഒത്ത തരാസിൽ വച്ച് എന്നെ ഒന്ന് നിറുത്തി നോക്കണമേ. I am clean. As far as I am concerned, I am clean. എന്നെ ഒന്ന് നിറുത്തി നോക്കണമേ. കർത്താവ് പിശാസിനോട് പറയും, അവൻ എൻ്റെ മകൻ, അവൻ്റെ ജീവന മാത്രം നീ തുടരുത്. ആമേൻ. യോബ് 2:6, 2:7. Touch not his life, is my son. He fears me. അവൻ എന്നെ ഭയപ്പെടുന്നവൻ, അവൻ്റെ ജീവന പ്രാണന മാത്രം നീ തുടരുത്. ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ ജീവിതം ഉല്ലാസം, നിന്റെ മക്കളുടെ മക്കൾ 1000 തലമുറ ഉല്ലാസം. ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ ആയുസ് നീളും.